ഹലോ കൂട്ടുകാരെ, ഒന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇൻ്റഗ്രേഷൻ അഥവാ ഉത്കൃതനം 2ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 2017-18 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്നാമത്തെ വർക്ക്ഷീറ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വർക്ക്ഷീറ്റിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. റെഡിയാണോ? സുന്ദരിപ്പൂച്ച വർക്ക്ഷീറ്റ് നമ്പർ 6 മുതലാണുള്ളത്. 5 വർക്ക്ഷീറ്റ് നിങ്ങൾ ഒന്നാമത്തെ ദിവസത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുഞ്ഞിപ്പൂച്ചയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ വായിച്ചു നോക്കൂ എന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് വായിച്ചാലോ? കൂട്ടുകാർ റെഡിയാണോ? കുറിഞ്ഞിപ്പൂച്ച ഒരു സുന്ദരിപ്പൂച്ചയാണ്. എലിയെ പിടിക്കുന്ന മിടുക്കിപ്പൂച്ച. കുറിഞ്ഞിയുടെ ഇഷ്ട ആഹാരം മീനാണ്. കുറിഞ്ഞിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. നല്ല ഓമനത്തമുള്ള കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങൾ കണ്ണു തുറന്നിട്ടില്ല, എങ്കിലും കാണാൻ നല്ല ചന്തം. കുഞ്ഞിപ്പൂച്ചയെക്കുറിച്ചുള്ള നല്ല വിവരണമാണല്ലേ, നല്ല വിശേഷമാണ്. കണ്ടെത്തി എഴുതൂ എന്നാണ് ഒന്നാമത്തെ പ്രവർത്തനം. കുറിഞ്ഞിപ്പൂച്ചയെ 2 വിശേഷങ്ങൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? കുറിഞ്ഞിപ്പൂച്ച ഒരു സുന്ദരി പൂച്ചയാണല്ലേ. അപ്പം ഒന്നാമത്തെ വിശേഷം സുന്ദരിപ്പൂച്ച. ഇനി എലിയെ പിടിക്കുന്ന എങ്ങനെ പൂച്ചയാണ്? മിടുക്കിപ്പൂച്ച. അപ്പോൾ 2ാമത്തെ വിശേഷണം മിടുക്കിപ്പൂച്ച. വെരി ഗുഡ്, എല്ലാ കൂട്ടുകാർക്കും അറിയാല്ലേ. ഇനി ചിത്രം നോക്കി യോജിച്ച വാക്യം കണ്ടെത്തി എഴുതൂ എന്നാണ് പറഞ്ഞത്. എന്താണ് 2ാമത്തെ ചിത്രം? മീൻ കഴിക്കുന്ന പൂച്ചയാണല്ലേ. അപ്പം എന്താ ഇവിടെ എഴുതേണ്ടത്? കുറിഞ്ഞിപ്പൂച്ചയുടെ ഇഷ്ട ആഹാരം മീനാണ്. കുറിഞ്ഞിയുടെ ഇഷ്ട ആഹാരം മീനാണ്. 2ാമത്തേതോ? നമ്മുടെ കുറിഞ്ഞിയും മക്കളുമാണ്. എത്ര മക്കളുണ്ട്? 1, 2, 3, 4 മക്കളുണ്ട്. അപ്പം ഏതാണ് ആ വാക്യം? യെസ്, കുറിഞ്ഞിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട് എന്നതാണ്. ഇനി ഇതിലെ അവസാനത്തെ പ്രവർത്തനം നോക്കൂ. ചിത്രം വരയ്ക്കാം. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പ്രവർത്തനമാണല്ലേ. എലിയെ പിടിക്കുന്ന കുറിഞ്ഞിപ്പൂച്ചയാണ് കൂട്ടുകാർ വരയ്ക്കേണ്ടത്. അപ്പോൾ വരയ്ക്കുമ്പോൾ പൂച്ചയുണ്ടാകണം, ഒരു എലിയും ഉണ്ടാകണം. കയ്യിൽ ഒരു എലിയെ പിടിക്കുന്നതോ അല്ലെങ്കിൽ എലി പതുങ്ങിയിരിക്കുന്ന ഫോട്ടോയോ എന്തെങ്കിലുമാണ് കൂട്ടുകാർ വരയ്ക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇനി വർക്ക്ഷീറ്റ് നമ്പർ 7 ആണ് അയലയും മത്തിയും. ആർക്കാണ് കൂടുതൽ എണ്ണം മീൻ കിട്ടിയത് എന്നാണ് ചോദ്യം. ഇവിടെ ഒരു മീൻകാരനുണ്ട്, കുറച്ച് കൂട്ടുകാരുമുണ്ട് അല്ലേ. ഓരോരുത്തർക്കും കിട്ടിയ മീനുകളുടെ എണ്ണം കണ്ടെത്തൂ എന്നാണ് നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പേര് അനീസ. മീനുകളുടെ എണ്ണം 2 മീനുകളുണ്ട്. 1 അയല, 2 മത്തി. ഓക്കെ. അപ്പം അനീസക്ക് 7 അയലയും 15 മത്തിയും കിട്ടി. ആകെ എത്ര മത്തി ഉണ്ടാവും? എന്ത് ചെയ്യണം? യെസ്, നമ്മൾ കൂട്ടി നോക്കണം അല്ലേ. അപ്പം 7 + 15. 7 + 15 എത്രയാണ്? കൂട്ടുകാർ കൂട്ടി നോക്കൂ. എത്രയാണ്? 22. ഇപ്പം 22 മീനുകളാണ് അനീസക്ക് കിട്ടിയത്. ഇനി അടുത്ത ആള് സനലാണ്. സനലിന് 9 അയിലയും 8 മത്തിയുമാണ് കിട്ടിയത്. സോറി, ഇവിടെ മൈനസ് എന്നാണ് കൊടുത്തത്. സോറി, മാറിപ്പോയതാണ് ടൈപ്പ് ചെയ്തപ്പോൾ. 9 + 8 ആണ് വേണ്ടത്. ഓക്കെ, 9 + 8 17. വെരി ഗുഡ്. ഇനി മനുവിനോ 12ഉം 6ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്രയാണ്? 12 + 6 ആണല്ലേ. 12 + 6 18. അപ്പോൾ 18 മീനാണ് മനുവിന് കിട്ടിയത്. അനീസക്ക് 22 മീൻ, സനലിന് 17 മീൻ, മനുവിന് 18 മീൻ. ഓക്കെ. ഒന്നാമത്തേത് ആർക്കാണ് കൂടുതൽ മീൻ കിട്ടിയത്? 22 ആണോ 17 ആണോ 18 ആണോ? ഏതാണ് വലിയ നമ്പർ? 22. അത് ആർക്കാ കിട്ടിയത്? അനീസക്ക്. അപ്പോൾ അവിടെ അനീസ എന്ന് എഴുതി കൊടുക്കണം. കുറവ് കിട്ടിയത് ആരാണ്? ഏതാ കുറവ്? 17 ആണല്ലേ. അത് കിട്ടിയത് മനുവിനാണ്, സനലിനാണ്. 17 കിട്ടിയത് സനലിനാണ്. അപ്പോൾ അവിടെ സനൽ എന്ന് നിങ്ങൾ എഴുതി കൊടുക്കണം. മനസ്സിലായോ? ഇനി അടുത്തത് വർക്ക്ഷീറ്റ് നമ്പർ 8 ആണ്. ലോറിയും ഓട്ടോയുമാണ്. ലോറിയുടെയും ഓട്ടോറിക്ഷയുടെയും സവിശേഷതകൾ വായിച്ചു നോക്കൂ. എന്തൊക്കെയുണ്ട്? വലിയ വണ്ടി, 3 ചക്രങ്ങൾ, വലിയ ചക്രങ്ങൾ, കരയിലൂടെ പോകുന്ന വാഹനം, ചരക്കുവണ്ടി, ചെറിയ വണ്ടി, യാത്രാവണ്ടി, 6 ചക്രങ്ങൾ, ഡ്രൈവർ ഉണ്ട്, ചെറിയ ചക്രങ്ങൾ. ഇത്രയുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും ലോറിയുടെ സവിശേഷതകൾ ഏതൊക്കെയാണ്, ഓട്ടോറിക്ഷയുടെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് എടുത്തെഴുതണം. അപ്പോൾ ലോറിയുടെ സവിശേഷതകൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഇവിടെ ചുവപ്പ് മാർക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയതൊക്കെ ലോറിയുടെ സവിശേഷതയാണ്. വലിയ വണ്ടി, വലിയ ചക്രങ്ങൾ, കരയിലൂടെ പോകുന്ന വാഹനം, ചരക്കുവണ്ടി, 6 ചക്രങ്ങൾ, ഡ്രൈവറുണ്ട്. ഇനി ഓട്ടോയുടേതാണെങ്കിലോ ഇവിടെ മഞ്ഞ കൊണ്ട് അടയാളപ്പെടുത്തിയതെല്ലാം ഓട്ടോയുടെയാണ്. 3 ചക്രങ്ങൾ, കരയിലൂടെ പോകുന്ന വാഹനം, ചെറിയ വണ്ടി, യാത്രാവണ്ടി, ഡ്രൈവറുണ്ട്, ചെറിയ ചക്രങ്ങൾ. അപ്പോൾ 2 പോയിന്റ് നമ്മൾ മഞ്ഞയും അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ചുവപ്പും അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലേ. ഇനി രണ്ടിനുമുള്ള സവിശേഷതകൾ, അതാണ് ഈ ചുവപ്പും മഞ്ഞയും കൂടെ അടയാളപ്പെടുത്തിയത്. അഥവാ കരയിലൂടെ പോകുന്ന വാഹനം, ഡ്രൈവറുണ്ട്. ഇത് നമ്മൾ 2 പോയിന്റും നിങ്ങൾ വീണ്ടും ഈ രണ്ടിനുമുള്ള സവിശേഷതകൾ എന്നുള്ളിടത്തും എഴുതെഴുതണം. ഓക്കെ.
ഇനി 9ാമത്തെ വർക്ക്ഷീറ്റ് രൂപയും നാണയവുമാണ്. വ്യത്യസ്ത നാണയങ്ങൾ ചേർത്ത് 20 രൂപ തികക്കൂ. അപ്പോൾ ഇവിടെ 20 രൂപയാണ്. ഷാനിയുടെ അടുത്ത് 2 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ അത് ഏതൊക്കെയായിരിക്കും? 10ഉം 10ഉം വെച്ചായിരിക്കും അല്ലേ. അപ്പോൾ 10 + 10 20 എന്ന് കിട്ടും. അനീസക്കാണെങ്കിലോ, അനീസക്ക് 3 എണ്ണമാണുള്ളത്. അതിനെ നമ്മൾ 10, 5, 5 എന്ന് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇനി സനലിനാണുള്ളത്. സനലിന് ഇവിടെ 10 ഉണ്ട്, 5 ഉണ്ട്, 2 ഉണ്ട്. ബാക്കി എത്രയാണ് ഉള്ളത്? 10 + 5 15, 15 + 2 17. അപ്പോൾ ബാക്കി 3 രൂപ കൂടെ കിട്ടിയാൽ നമുക്ക് 20 ആവും. ആ 3നെ നമുക്ക് 2, 1 എന്ന് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി താഴെ നോക്കൂ, ബാബു ആണുള്ളത്. ബാബുവിൻ്റെ അടുത്ത് 4 എണ്ണമാണുള്ളത്. അപ്പോൾ ഏതായിരിക്കും? 5 വീതമായിരിക്കും അല്ലേ. 5 + 5 + 5 + 5 5 രൂപയുടെ നോട്ടാവാം, നാണയമാവാം. അങ്ങനെ നമുക്ക് 20 ആക്കാം. ഇനി മനുവിൻ്റെ അടുത്തോ, മനുവിൻ്റെ അടുത്ത് 10 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ 11 കഴിഞ്ഞു. ബാക്കി എത്രയാണ് ഉള്ളത്? 20ൽ 9 ഉണ്ട്. ഈ 9നെ നമുക്ക് 5, 5, 2, 1, 1 അങ്ങനെ വെച്ച് 9നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ നോക്കേണ്ടത് ആ മൂല്യത്തിലുള്ള നാണയമോ നോട്ടോ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 കൊടുത്തു. 3ലുള്ള ഏതെങ്കിലും ഉണ്ടോ? നോട്ടുണ്ടോ? നാണയമുണ്ടോ? ഇല്ല, രണ്ടുമില്ല. അപ്പോൾ നമുക്ക് 3 ഒന്നും കൊടുക്കാൻ, 3, 4, 6 ഇതൊന്നും കൊടുക്കാൻ സാധിക്കില്ല. ഇനി അവസാനത്തേത് വർക്ക്ഷീറ്റ് നമ്പർ 10 ആണ്. കുറിഞ്ഞിയും കീരിയും എന്ന പ്രവർത്തനമാണ്. ചിത്രങ്ങൾ നോക്കി കഥ പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 1ാമത്തേൽ എന്താണ്? കുറിഞ്ഞിപ്പൂച്ച കോഴിക്കൂടിൻ്റെ മുകളിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ആര് വന്നത്? കോഴിക്കുഞ്ഞും കുട്ടികളും താഴെ നിന്ന് കളിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കീരി പെട്ടെന്ന് വന്നത് കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ. അപ്പം നമ്മുടെ കുറിഞ്ഞി പെട്ടെന്ന് തന്നെ കീരിയുടെ പുറത്തേക്ക് ചാടി വീണു. കീരി ജീവനം കൊണ്ട് ഓടി. അങ്ങനെ നമ്മുടെ കോഴിയും കുഞ്ഞുങ്ങളും കുറിഞ്ഞിയോട് നന്ദി പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഈ കഥ നിങ്ങൾ എഴുതേണ്ടത്. അപ്പം നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ ആലോചിച്ച് കഥ എഴുതി പൂർത്തിയാക്കണം. അപ്പം ഇത്തരം ഒരു പ്രവർത്തനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. അറിയാത്ത എന്തെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എഴുതി പഠിക്കാൻ നോക്കുക. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.